ദിവസം രസകരമായ ഒരു സംഭവം ഉണ്ടായി. ലോക 3-ാം നമ്പർ താരമായ ഹിക്കാരു നകാമുറ മാഗ്നസ് കാൾസനുമായി ഓൺലൈനിൽ ഒരു മത്സരം കളിക്കുകയാണ്. ഹിക്കാരു വിജയിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നപ്പോൾ തോൽവി സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞാണ് ഹിക്കാരുവിന് ഈ അബദ്ധം മനസ്സിലായത്. പക്ഷേ എതിരാളി മാഗ്നസ് കാൾസനാണ്. തോറ്റെന്നുറപ്പിച്ച് മത്സരവും നേടാൻ വൈദഗ്ധ്യമുണ്ട് കാൾസന്. എല്ലാ ഫോർമാറ്റിലും ഒരേപോലെ എക്കാലവും മികവ് തുടരുക ചെറിയ കാര്യമല്ല. തനിക്ക് എതിരാളികളായി ആരെയും തോന്നുന്നില്ല എന്ന മടുപ്പിൽ നിന്നാണ് മാഗ്നസ് കാൾസൻ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയത്. അവിടെയാണ് ഡിംഗ്ലി റനും പിന്നീട് ഗുകേഷും ചാമ്പ്യന്മാരായി എത്തുന്നത്. എന്നാൽ ഗുകേഷ് ചാമ്പ്യനായ അന്നു മുതൽ അതിന് യോഗ്യനല്ലെന്ന പ്രചാരണവും വളരെ ശക്തമാണ്. ലോകം ശ്രദ്ധിക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ 18-കാരൻ ഗുകേഷിന് സമ്മർദ്ദമുണ്ടാകും എന്നതിൽ സംശയമില്ല. പക്ഷേ 18-ാം വയസ്സിൽ ലോക ചാമ്പ്യൻ ആകണമെങ്കിൽ അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ്. എന്നാൽ ഗുകേഷിന് ഏറ്റവും മികച്ച താരമെന്ന പകിട്ടിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും മികച്ച താരത്തെ തറ പറ്റിക്കുക തന്നെ വേണം. അതിനുള്ള അവസരമാണ് നോർവേ ചെസ്. എക്കാലത്തെയും മികച്ച താരം മാഗ്നസ് കാൾസനും ഒപ്പം ലോകം കണ്ട മികച്ചവരായ ഒരു കൂട്ടം എതിരാളികളും. ഇവിടെ ജയിച്ചാൽ കാൾസന് തന്നെ വിളിച്ചു പറയേണ്ടി വരും, ഈ ഇന്ത്യക്കാരൻ പയ്യനാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവൻ എന്ന്.